Hi friends, welcome to EduScore NCERT. കേരള സ്റ്റേറ്റ് സിലബസ് 9ാം ക്ലാസ്സിൻ്റെ ബയോളജി ചാപ്റ്റർ 2 അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഫുഡ് ത്രൂ ഈസോഫാഗസ്. നമ്മൾ ഭക്ഷണം കഴിച്ച് മൗത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇനി ആ ഫുഡ് ഈസോഫാഗസ്, നമ്മൾ പറഞ്ഞു മൗത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസോഫാഗസ്, ഫുഡ് പൈപ്പ്, അതാണ്. അതിലേക്ക് ഫുഡ് എൻ്റർ ചെയ്തു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് എൻറ്റേഴ്സ് ഈസോഫാഗസ് ത്രൂ ദ ഫാരിങ്സ്. യു നോ ദാറ്റ് ട്രക്കിയ ഓൾസോ ബിഗിൻസ് ഫ്രം ഫാരിങ്സ്. വായിൽ വെച്ച് പാർഷ്യലി ഡൈജസ്റ്റ് ആകപ്പെട്ട ഫുഡ് ഈസോഫാഗസിലേക്ക് കടന്നു. ത്രൂ ഫാരിങ്സ്, മൗത്ത് കഴിഞ്ഞ് ഫാരിങ്സ് എന്ന് പറഞ്ഞൊരു പോർഷനിലൂടെ ഇങ്ങോട്ട് കടന്നു, ഈസോഫാഗസിലേക്ക് കടന്നു. നിങ്ങൾക്കറിയാം ട്രക്കിയ ഓൾസോ ബിഗിൻസ് ഫ്രം, ട്രക്കിയ തുടങ്ങുന്നതും ഫാരിങ്സിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഫിഗറിൽ നോക്കൂ, മൗത്തിൽ നിന്നും ഫുഡ് ഇതാ ഈ പോർഷനിലൂടെ ഈസോഫാഗസിലേക്ക് കടക്കും. ഇവിടെ കുറെ കാര്യങ്ങൾ ലേബൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. മൗത്ത്, ദെൻ ഫാരിങ്സ്, ഫാരിങ്സിലൂടെ ഈസോഫാഗസ്. ഈ കോമൺ പോയിന്റ് കണ്ടോ, ട്രക്കിയയിലേക്ക് പോകുന്ന പോയിന്റും ഈസോഫാഗസിലേക്ക് വരുന്നതും ഒരേ സ്ഥലത്തു നിന്നാണ്, ഫാരിങ്സിൽ നിന്ന്. സോ ഫാരിങ്സ്, ഫ്രം ഫാരിങ്സ് both trachea and esophagus begins. How does the food that we swallow enter exactly into the esophagus without entering the trachea? Analyze illustration 2.3 and prepare a note. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ കണ്ടു ഒരു കോമൺ പോയിന്റിലൂടെയാണ് ട്രക്കിയയിലേക്കും ഈസോഫാഗസിലേക്കും പോകേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റായിട്ട് ഈസോഫാഗസിലേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ നോക്കിയിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം 2.3 ഇല്ലസ്ട്രേഷൻ നോക്കാം. മോഡ് ഓഫ് സ്വാലോയിങ് ഫുഡ്. അപ്പം വായിലൂടെ നമ്മളെ ടങ്ങിന്റെ സഹായത്താൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പാലറ്റിന്റെ ഒക്കെ ഹെൽപ്പിൽ അത് കംപ്രസ്സായി ബോൾസ് പോലെ ആയിട്ട് നെക്സ്റ്റ് എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു പറഞ്ഞു? ഫാരിങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു പറഞ്ഞു. അപ്പം നമുക്കൊരു ഡൗട്ട് വന്നു, ഇത് ട്രക്കിയയിലേക്ക് പോയിക്കൂടെ, എന്തുകൊണ്ട് അത് കറക്റ്റായിട്ട് ഈസോഫാഗസിലേക്ക് പോകുന്നു? അതിന് സഹായിക്കുന്ന ആളാണ് എപ്പിഗ്ലോട്ടിസ്. എന്താണ് എപ്പിഗ്ലോട്ടിസ്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന സാധനം ഇതാ ഈ ഫ്ലാപ്പ് പോലെ ഒരു സാധനം ഇവിടെ കണ്ടോ, ഇതൊരു ഡോറായിട്ട് ആക്ട് ചെയ്യും. ഈ ഗേറ്റ് അങ്ങ് ഒരു ഡോറോ ഗേറ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. എന്നിട്ട് സമയമാകുമ്പോൾ ഇവിടെ അങ്ങ് അടച്ചു കളയും. അപ്പൊ ഫുഡിന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അത് ഇതിലൂടെ ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താ എപ്പിഗ്ലോട്ടിസ്. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദിസ് പാർട്ട്. ട്രക്കിയയിലേക്ക് പോവാണ്ട് എപ്പിഗ്ലോട്ടിസ് ആണ് ഇവിടെ ഇങ്ങനെ അടച്ചു കളയുന്നത്. So, epiglottis prevent the movement of food particle into trachea and they allow the proper movement to esophagus. Next, ഈ ഫുഡ് പാർട്ടിക്കിൾ നേസൽ ക്യാവിറ്റിയിലേക്ക് കയറി പോവല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഉവ്യൂല ക്ലോസസ് ദ നാസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഫാരിങ്സ്. ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്ന ഒരു നാസൽ ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഫുഡ് അങ്ങോട്ട് പോകില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അതിന് ഉത്തരമായിട്ട് ഉവ്യൂല എന്ന് പറഞ്ഞൊരു സാധനം. അത് നാസൽ, ഇത് ഇവിടെ ഉണ്ട്, ഓരോ ടേംസും നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഉവ്യൂല, എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, നെക്സ്റ്റ്, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലോസ് ഫുഡ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ് ഇൻ ടു ദ ഈസോഫാഗസ്. നമ്മളെ ടങ്ങിന്റെ ഈ പോസ്റ്റീരിയർ എൻഡ്, നമ്മളെ പുറത്തോട്ടുള്ള അറ്റല്ല, ഉള്ളിലേക്കുള്ള ആ അറ്റവും എന്തിനെ സഹായിക്കുന്നുണ്ട്? പ്രോപ്പറായിട്ട് ഫുഡ് ഈസോഫാഗസിലേക്ക് തന്നെയല്ലേ മൂവ് ചെയ്യുന്നത് എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് എന്തൊക്കെയാ നമ്മൾ പറയാ? ഫുഡ് ഫ്രം മൗത്ത്, ലൈക്ക് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഫ്രം മൗത്ത് വിൽ മൂവ് ഇൻ ടു ഈസോഫാഗസ് via pharynx. And who all are helping like proper movement of food to esophagus? Yes, epiglottis, which will close the or which will prevent the movement of food particles into trachea, and another
structured uvula will close the nasal cavity so that the food won't enter into nasal cavity. And also the tongue, particularly posterior part of the tongue, allow the food to move over the epiglottis into the esophagus. Hope you all got mode of swallowing food. എന്താ ഇവിടെ കാണിച്ചിട്ടുള്ളത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. നമ്മളോട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തരില്ലേ, ഭക്ഷണം കഴിക്കുമ്പം സംസാരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? Have you understood the relevance of the saying that one should not talk while having food? എന്തുകൊണ്ടാ? നമ്മളിപ്പോ പറഞ്ഞില്ലേ, ട്രക്കിയയിലേക്ക് മൂവ് ചെയ്യും, എപ്പിഗ്ലോട്ടിസ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എപ്പിഗ്ലോട്ടിസ് തുറന്നു പോകും. അപ്പൊ എന്താ സംഭവിക്കുക? ഫുഡ് പാർട്ടിക്കിൾസ് ഈസോഫാഗസിലേക്ക് പോകുന്നതിന് പകരം ട്രക്കിയയിലേക്ക് പോകും. നമ്മുടെ വിൻ പൈപ്പിന്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് ശ്വാസതടസ്സം വന്ന് ചിലപ്പോൾ അപകടത്തിലേക്ക് നയിക്കും. So that's why that is the relevance of saying one should not talk while having food. You know that the food reaches stomach by the wave-like movement of walls of the esophagus. These movements are called peristalsis. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മൗത്തിൽ നിന്ന് ഈസോഫാഗസിൽ എത്തിയതിനു ശേഷം പെരിസ്റ്റാൾസിസ് എന്നൊരു മൂവ്മെന്റ് കാരണമാണ് ഫുഡ് നീങ്ങി 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 എവിടെ എത്തുന്നത്? സ്റ്റൊമക്കിൽ എത്തുന്നത്. ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ്. ഫുഡ് ഇതാ വായിലെത്തിയ, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ടങ്ങിന്റെയും ടീത്തിൻ്റെ ഒക്കെ സഹായത്തിൽ അത് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയില്ലേ, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് അതൊരു ബോളിന്റെ രൂപത്തിൽ എങ്ങോട്ട് വരും? താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഫാരിങ്സിലൂടെ അത് താഴോട്ട് വരല്ലേ വേണ്ടത്. അപ്പൊ ഇങ്ങോട്ട് എന്തുണ്ട്? ട്രക്കിയ ഉണ്ട്, ഇവിടെ എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. സോ ഫുഡ് വരുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ട്രക്കിയയിലേക്കുള്ള ആ ഒരു ചാനൽ അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. ഫുഡ് എങ്ങോട്ട് പോകും? പ്രോപ്പറായിട്ട് ഈസോഫാഗസിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈസോഫാഗസിന്റെ ഉള്ളിൽ പല ടൈപ്സ് മസിൽസ് ഉണ്ട്. ഈ മസിൽസിന്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെയാണ് ഇതിന് കാരണം. ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റ് കാരണം നമ്മളുടെ ഫുഡ് ഇങ്ങനെ നീങ്ങി 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 സ്റ്റൊമക്കിൽ എത്തും. അങ്ങനെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നെക്സ്റ്റ് പോർഷനിൽ പറഞ്ഞിരിക്കുന്നു. ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. The slightly digested food in the mouth reaches the stomach where further digestions take place. അങ്ങനെ പാർഷ്യലി ഡൈജഷൻ എവിടെ വെച്ച് നടന്നിട്ടുണ്ട്? നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഡൈജഷൻ എന്ന് പറയുന്നത് സ്റ്റൊമക്കിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. On the basis of indicators and the description, analyze figure 2.4 and illustration 2.4 and prepare notes on the digestive process in the stomach. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറും ഇല്ലസ്ട്രേഷനും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ പറ്റിയിട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ 2.4 പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക്. നമ്മൾ നേരത്തെ ഈസോഫാഗസിൽ പെരിസ്റ്റാൾസിസ് എന്നൊരു മൂവ്മെന്റിനെ പറ്റി പറഞ്ഞു. ആ മൂവ്മെന്റ് കാരണമാണ് ഫുഡ് ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിൽ എത്തിയത്. ഇനി സ്റ്റൊമക്കിലും ഇങ്ങനെ പെരിസ്റ്റാൾസിസ് എന്നൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സർക്കുലർ മസിൽസ് ഉണ്ട് സ്റ്റൊമക്കിന്റെ അകത്ത്, സർക്കുലർ മസിൽസ് ഉണ്ട്. ഇതിന്റെ മൂവ്മെന്റ് കാരണം പെരിസ്റ്റാൾസിസ് സ്റ്റൊമക്കിലും നടക്കുന്നു. The strong peristalsis in the stomach converts food into a paste form. സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ലോണം പെരിസ്റ്റാൾസിസ് ആ മൂവ്മെന്റ് നടന്നിട്ട് ഫുഡ് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആവുന്നു. കുറച്ച് ഡൈജഷൻ എവിടെ വെച്ച് നടന്നിട്ടുണ്ട്? മൗത്തിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്, പാർഷ്യൽ ഡൈജഷൻ. ഇനി ബാക്കി ആ ഫുഡിനെ നല്ല പേസ്റ്റ് രൂപത്തിൽ സ്റ്റൊമക്കിലെ പെരിസ്റ്റാൾസിസ് കാരണം മാറപ്പെടുന്നു. The special circular muscles present in the posterior part of the stomach retain food for a specific period. സ്റ്റൊമക്കിന്റെ പോസ്റ്റീരിയർ പാർട്ടിലുള്ള സർക്കുലർ മസിൽസ്
ഫുഡിനെ കുറച്ചു നേരം സ്റ്റൊമക്കിൽ നിലനിർത്താൻ റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഡിഫറെന്റ് കമ്പോണൻസ് ഇൻ ദ ഗാസ്ട്രിക് ജ്യൂസ് secreted by the glands in the stomach wall also play a very important role in the process of digestion. സ്റ്റൊമക്കിന്റെ വാളിലുള്ള ഗാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് ആണ് ഗാസ്ട്രിക് ജ്യൂസ്. ഈ ഗാസ്ട്രോ എന്നുള്ള ടേമൊക്കെ അധികം സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുക. അപ്പോൾ സ്റ്റൊമക്കിന്റെ വാളിലുള്ള ഗ്ലാൻഡ് ആണ് ഗാസ്ട്രിക് ഗ്ലാൻഡ്. അത് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് അല്ലെങ്കിൽ സെക്രീഷനാണ് ഗാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഈ ഗാസ്ട്രിക് ജ്യൂസിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അവർ ഡൈജഷന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കമ്പോണൻസ് ആരൊക്കെയാണെന്നും അവരുടെ റോൾ എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റൊമക്കിന്റെ വാളിലുള്ള ഗ്ലാൻഡ് എന്താ? ഗാസ്ട്രിക് ഗ്ലാൻഡ്. ആ ഗാസ്ട്രിക് ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗാസ്ട്രിക് ജ്യൂസിലുള്ള കമ്പോണൻസ് കണ്ടോ നിങ്ങൾ? പെപ്സിൻ എൻസൈം, ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, മ്യൂക്കസ്. രണ്ട് എൻസൈം ഉണ്ട്, പെപ്സിൻ എൻസൈമും ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈമും. അപ്പൊ പെപ്സിൻ എന്ന് പറയുന്നത് ദാറ്റ് കൺവേർട്ട് പ്രോട്ടീൻസ് ടു പെപ്റ്റോൺസ് പാർഷ്യലി. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ചേർന്നിട്ടുള്ള ലോങ് സ്ട്രക്ചേഴ്സ് ആണ്. അങ്ങനെയുള്ള ലോങ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് എടുക്കുകയല്ലേ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? വലിയ ഫുഡ് പാർട്ടിക്കിൾസിനെ ചെറുതാക്കി 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 കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ വലുതായി നമ്മളെ ഫുഡിലുള്ള പ്രോട്ടീൻസ്, വലിയ പ്രോട്ടീൻസിനെയൊക്കെ അത് ചെറിയ ചെറിയ പ്രോട്ടീൻസിന്റെ ഒരു ചെറിയ രൂപത്തിനെയാണ് നമ്മൾ പെപ്റ്റോൺസ്, അത്ര നീളമല്ല, ഒരു കുഞ്ഞു സെഗ്മെന്റിനെയാണ് പെപ്റ്റോൺ എന്ന് പറയാം. അങ്ങനെയാക്കി മാറ്റും. ആര്? പെപ്സിൻ എൻസൈം. ഇനി നെക്സ്റ്റ് ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈം. ലിപ്പേസ്, ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റിന നിങ്ങൾ പേരിടുന്നത് കണ്ടോ? അപ്പൊ ലിപ്പിഡിന അല്ലെങ്കിൽ ഫാറ്റിന ഡൈജസ്റ്റ് ചെയ്യുന്ന ആളെയാണ് ലിപ്പേസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഗാസ്ട്രിക് ലിപ്പേസ് എൻസൈം ഫാറ്റിനൊക്കെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് destroys germs in the food, regulates pH suitable for the digestion in stomach. അപ്പോൾ നമ്മുടെ ഫുഡിലൂടെയൊക്കെ ജേംസ് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജേംസിനെ നശിപ്പിക്കുക എന്നുള്ളൊരു റോള് ഹൈഡ്രോക്ലോറിക് ആസിഡിനുണ്ട്. അതേപോലെ തന്നെ സ്റ്റൊമക്കിൽ വെച്ച് ഡൈജഷൻ നടക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ pH അവിടെ ഉണ്ടായിരിക്കണം. ആ pH റെഗുലേറ്റ് ചെയ്യുന്നതും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കാരണമാണ്. നെക്സ്റ്റ് മ്യൂക്കസ്. പ്രൊട്ടക്ട് ദ സ്റ്റൊമക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഇപ്പം നമ്മൾ ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് പറഞ്ഞു, ഗാസ്ട്രിക് ജ്യൂസിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതൊരു ആസിഡാണ്. എന്നിട്ട് നമ്മളെ സ്റ്റൊമക്കിനൊന്നും പറ്റുന്നില്ല. അതിന് കാരണം ഈ മ്യൂക്കസാ. ഈ മ്യൂക്കസ് ലെയർ ഈ ഇങ്ങനെയുള്ള ഗാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസിൽ നിന്നും സ്റ്റൊമക് വാളിനെ സംരക്ഷിക്കുന്നു. Acid factory of the body. The oxyntic cells present in the stomach wall produce hydrochloric acid, a main component of the gastric juice. Gastric juiceലുള്ള ഒരു മെയിൻ കമ്പോണന്റ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് ഉണ്ടാക്കുന്നത് ഏത് സെൽസ് ആണ്? നിങ്ങൾ ആലോചിച്ചു വെച്ചോളൂ. സ്റ്റൊമക് വാളിലുള്ള ഓക്സിന്റിക് സെൽസ്. അപ്പം സ്റ്റൊമക് വാളിലുള്ള ഓക്സിന്റിക് സെൽസ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് pH വാല്യൂ റേഞ്ചസ് ഫ്രം 1 to 3. pH വാല്യൂകളുണ്ട് അല്ലെ? 7 താഴോട്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെയുള്ളതൊക്കെ എന്താ? ആസിഡ്സ് ആണ്. 7 മുകളിൽ 14 വരെ ഉള്ളത് ആൽക്കലിയാണ്. അപ്പൊ ഇത് നോക്ക്, 1 to 3 എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ആസിഡ്. നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വൈ ദിസ് ആസിഡ് വിച്ച് ക്യാൻ ഡിസോൾവ് ഈവൻ മെറ്റൽസ് ഡസ് നോട്ട് ഹാം ദ സ്റ്റൊമക് വാൾ ഈസ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. മെറ്റൽസിനെ വരെ ഡിസോൾവ് ചെയ്യാൻ കഴിവുള്ള ആസിഡ് എന്തുകൊണ്ട് നമ്മുടെ സ്റ്റൊമക് വാളിന് ഒരു പരിക്കും ഏൽപ്പിക്കുന്നില്ല? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു കണ്ടന്റ് മ്യൂക്കസ്. The special cells present in the epithelial tissues secrete mucus and bicarbonate which protect the stomach wall. അപ്പോൾ ആരായി ഫംഗ്ഷൻ ചെയ്യുന്നത്?
എപ്പിത്തീലിയൽ ടിഷ്യൂലുള്ള അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും, അതേപോലെ തന്നെ ബൈകാർബണേറ്റും സെക്രീറ്റ് ചെയ്യും. ഇത് രണ്ടും കൂടിയാണ് സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദ മ്യൂക്കസ് കവേഴ്സ് ദ ഇന്നർ വാൾ ഓഫ് ദ സ്റ്റൊമക് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ്. എങ്ങനെയാ മ്യൂക്കസ് അത് ചെയ്യുന്നത്? മ്യൂക്കസ് ഈ സ്റ്റൊമക്കിന്റെ ഇന്നർ വാളിനെ അങ്ങ് കവർ ചെയ്താളി. അപ്പൊ പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് അങ്ങനെ എഫക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ബൈകാർബണേറ്റ് എങ്ങനെയാ? ആസിഡും ആൽക്കലിയും കൂടെ ചേർന്നിട്ട് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ബൈകാർബണേറ്റ് ചെന്നിട്ട് ആ ആസിഡിന്റെ എസിഡിറ്റി നാച്ചറിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്താളി, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിലേക്ക് ന്യൂട്രലൈസ് ചെയ്താളി. But in some persons, the production of acid become excessive and the security system fails. ഇപ്പോൾ 2 സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. പക്ഷേ ചില ആൾക്കാരിൽ എന്താക്കുന്ന വെച്ചാൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് വല്ലാണ്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ സെക്യൂരിറ്റി മെഷേഴ്സ് ഏതൊക്കെയത്? ബൈകാർബണേറ്റ് പ്രൊഡക്ഷനും മ്യൂക്കസും, ഇതിന് രണ്ടിനും അതിനെ തടയാൻ പറ്റൂല. അപ്പോൾ എന്ത് സംഭവിക്കും? അസിഡിറ്റി എന്ന് നമ്മൾ പറയലില്ലേ, അസിഡിറ്റി ക്യാൻ ബിക്കം എ ഹെൽത്ത് ഇഷ്യൂ. ഇഫ് അസിഡിറ്റി പെർസിസ്റ്റ് ഇറ്റ് ബിക്കം ഗ്യാസ്ട്രിക് അൾസർ. അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ നമ്മൾ അസിഡിറ്റി എന്ന് പറയും, പക്ഷെ അത് കൂടുതൽ കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസർ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. നമുക്കിവിടെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. റോൾ ഓഫ് ദ മസിൽസ് ഇൻ ദ സ്റ്റൊമക് വാൾ ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു സ്റ്റൊമക്കിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ കുറച്ച് സർക്കുലർ മസിൽസ് ഉണ്ട്. അവരുടെ മൂവ്മെന്റ് കാരണമാണ് പെരിസ്റ്റാൾസിസ് നടക്കുന്നത്. ഈ പെരിസ്റ്റാൾസിസ് ആണ് ഫുഡിനെ പേസ്റ്റ് രൂപത്തിലേക്ക് മാറ്റുന്നതും അതേപോലെ തന്നെ സ്റ്റൊമക്കിൽ കുറച്ചു നേരം റീറ്റെയിൻ ചെയ്യാൻ കാരണമൊക്കെ ഈ മസിൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ദ റോൾ ഓഫ് നോൺ എൻസൈം കമ്പോണൻസ് ഓഫ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ്? എന്താ ചോദിച്ചിട്ടുള്ളത്? ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള നോൺ എൻസൈം കമ്പോണൻസ്. എൻസൈം കമ്പോണൻസ് ആരൊക്കെയായിരുന്നു? പെപ്സിനും വേറെ ആരാ? ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈമും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോൺ എൻസൈം കമ്പോണൻസ് അതാരൊക്കെയാ? ഹൈഡ്രോക്ലോറിക് ആസിഡും മ്യൂക്കസും. അവരുടെ റോൾ എന്താണ്? അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ഫുഡിൽ എന്തെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റൊമക്കിൽ ഡൈജഷൻ നടത്താനുള്ള pH മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി മ്യൂക്കസോ? ഇങ്ങനെ ഏതെങ്കിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയുള്ള ഡൈജസ്റ്റീവ് ജ്യൂസിൽ നിന്നും സ്റ്റൊമക് വാളിനെയൊക്കെ സംരക്ഷിക്കുന്നത് മ്യൂക്കസ് ആണ്. വിച്ച് ആർ ദ ന്യൂട്രിയൻസ് ദാറ്റ് അണ്ടർഗോ ഡൈജഷൻ ഇൻസൈഡ് ദ സ്റ്റൊമക് ആൻഡ് ഹൗ? ഏതൊക്കെ ന്യൂട്രിയൻസാ? പെപ്സിൻ, പ്രോട്ടീൻസിനെ പാർഷ്യലി പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്. നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ ഇവിടെ പറഞ്ഞില്ലേ? അപ്പൊ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ന്യൂട്രിയന്റ് സ്റ്റൊമക്കിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഫാറ്റ്, ഡൈജസ്റ്റ് ഫാറ്റ് പാർഷ്യലി. അപ്പൊ ഫാറ്റ് ഡൈജഷനും എവിടെ വെച്ച് നടക്കുന്നുണ്ട്? സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ആരാ റെസ്പോൺസിബിൾ? പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈമും ഒക്കെയാണ് ഇതിന് കാരണക്കാരൻ. നെക്സ്റ്റ് ഫുഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മൾ ആദ്യം പഠിച്ച ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ പിന്നെയും ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരാം. മൗത്ത് നിന്ന് ഈസോഫാഗസ്, ആ കണക്ഷൻ എന്തായിരുന്നു അതിനിടയിലുള്ള? ഫാരിങ്സ്. ദെൻ ഈസോഫാഗസ്, സ്റ്റൊമക്ക് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇപ്പൊ നമ്മുടെ ഫുഡ് എവിടെ എത്തി? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തി. ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് അബൌട്ട് 5 to 6 meters long. It is found in the abdomen in the form of multiple folds and coils. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഹ്യൂമന്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു 5-6 മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത്രയും സാധനത്തിന് നമ്മൾ ആ വയറിന്റെ അബ്ഡോമന്റെ ഉള്ളിൽ കൊള്ളിക്കണമെങ്കിൽ അതിങ്ങനെ ചുരുക്കി മൾട്ടിപ്പിൾ ഫോൾഡും കോയിലും ഒക്കെ ആക്കി വെച്ചതുകൊണ്ടാണ് അത് നമ്മളെ ഉള്ളിങ്ങനെ ഉള്ളത്. Hence food moves very slowly through the small intestine. അപ്പൊ അങ്ങനെ ചുരുക്കി വെച്ചതായതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കൂടി ഫുഡ് മൂവ് ചെയ്യണമെങ്കിൽ
മെല്ലനെ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു റിബണ് ആലോചിച്ച് നോക്ക്. അതിനെ നമ്മുടെ ഒരു കുഞ്ഞു സ്പേസിലേക്ക്, നമ്മളെ വയറിന്റെ ആ ഭാഗത്തേക്ക് അതിനെ കയറ്റണമെങ്കിൽ നമ്മൾ എത്ര അതിനെങ്ങനെ ചുരുക്കി വെക്കണം, മടക്കി വെക്കണം. അങ്ങനെ മടക്കിയ രൂപത്തിലാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉള്ളത്. അങ്ങനെ മടക്കുകൾക്കുള്ളിലൂടെ നമ്മുടെ ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് മെല്ലനെ മൂവ് ചെയ്യത്തുള്ളൂ. The completion of digestion and the beginning of the absorption of food take place in the small intestine. എന്തൊക്കെയാ ഒരു മെയിൻ പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ. ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചിട്ടാ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്. ഇനി ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് നമ്മൾ അബ്സോർബ് ചെയ്യാൻ തുടങ്ങണ്ടേ നമുക്ക് ശക്തി കിട്ടണമെങ്കിൽ. അങ്ങനെ ആ അബ്സോർപ്ഷൻ ബിഗിൻ ചെയ്യുന്നത്, തുടങ്ങുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇത്. ദ കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ happens in small intestine. Also, the beginning of absorption take place in small intestine. From the stomach, the food in paste form enters the duodenum, which is the initial part of the small intestine. സ്റ്റൊമക്കിൽ നിന്ന് പേസ്റ്റ് രൂപത്തിൽ ഒരു പാർഷ്യൽ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ ഫുഡ് ഇനി എവിടെ എത്തും? ഡിയോഡിനത്തിലെത്തും. ഈ ഡിയോഡിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ തുടക്കത്തിലുള്ള പാർട്ടാണ്. The digestive juices secreted by the liver and the pancreas reach duodenum through a common duct. ലിവറും പാൻക്രിയാസും സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒരു കോമൺ ഡക്റ്റ് വഴി എവിടെ എത്തും? ഡിയോഡിനത്തിലെത്തും. ആ ഡിയോഡിനത്തിൽ നമ്മളെ ഫുഡും എത്തിയിട്ടുണ്ട്. The enzymes in these juices act upon the partially digested food and enhance the process of digestion. ഇങ്ങനെ ലിവറിനും പാൻക്രിയാസിൽ നിന്നും ഒക്കെ വന്ന ഡൈജസ്റ്റീവ് ജ്യൂസിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ഒക്കെ കാരണം നേരത്തെ സ്റ്റൊമക്കിലും മൗത്തിലും ഒക്കെ വെച്ച് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ ഡൈജഷന് വിധേയനാവും.